ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറയാണ്, ദൈവമേ അങ്ങ് ഞങ്ങളെ സ്വന്തമാക്കി കണക്കാക്കി എന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യില്ല. ഇതൊരു ബോൾഡായിട്ടോ പറയുന്നത് നോക്കിയേ, ഇതൊരു സ്ട്രോങ് ആയിട്ടോ പറയുന്നത് നോക്കിയേ. ദൈവത്തിന്റെ ഈ ഒരു തിരിച്ചറിവുണ്ടല്ലോ മക്കളെ, നമ്മൾ ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട തിരിച്ചറിവാണത്. ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണ് എന്നുള്ള തിരിച്ചറിവ്. ദൈവം എന്നെ അവന്റെ സ്വന്തമാക്കി മാറ്റി എന്നുള്ള കർത്താവിന്റെ സ്വന്തമാണ് നമ്മള്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, കാരണം നമ്മളിപ്പോ കർത്താവിന്റെ സ്വന്തമാണ്. അതിന് പറയുന്നുണ്ടല്ലോ കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന 7-ാം അധ്യായത്തിലൊക്കെ, ഭാര്യയുടെ ശരീരം ഭർത്താവിന്റെ സ്വന്തമാണ്, ഭർത്താവിന്റെ ശരീരം ഭാര്യയുടെ സ്വന്തമാണ്. അതുകൊണ്ടെന്താ, ഭർത്താവിന് തന്റെ ശരീരത്തെ തന്നിഷ്ടപ്രകാരം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ശരീരങ്ങൾ കർത്താവിന്റെ സ്വന്തമാണ്. നമ്മുടെ ജീവിതം കർത്താവിന്റെ സ്വന്തമാണ്. അവൻ കാൽവരിയുടെ നെറുകയിൽ വില കൊടുത്ത് അവസാനത്തുള്ളി രക്തവും നൽകി നമ്മളെ വീണ്ടെടുത്തതാണ്. ഇപ്പൊ അവന്റെ സ്വന്തമാണ്. വില കൊടുത്തിട്ട് കർത്താവ് നമ്മളെ അവന്റെ സ്വന്തമാക്കി മാറ്റി. ശ്രദ്ധിക്കുക, ഈശോ തന്റെ ചങ്കിലെ ചോര അങ്ങോട്ട് കൊടുത്തിട്ട്, അതാണ് നമുക്ക് വേണ്ടി കർത്താവ് കൊടുത്ത മറുവില കൊടുത്തിട്ട്, പിശാചിന്റെ ആധിപത്യത്തിൽ നിന്നും അവന്റെ സ്വാധീനത്തിൽ നിന്നും ഭരണത്തിൽ നിന്നും എന്ത് ചെയ്തു? ഈശോ വില കൊടുത്ത് സ്വന്തം ജീവൻ വിലയായിട്ട് കൊടുത്തിട്ട് നമ്മെ സ്വന്തമാക്കി. ഇപ്പൊ നമ്മൾ അവന്റെ സ്വന്തമാണ്. ഹല്ലേലൂയ. അവൻ നമ്മെ സ്വന്തമായി കണക്കാക്കി. നമ്മൾ അന്യരല്ല, പരദേശികളല്ല, അടിമകളല്ല. നമ്മൾ യേശുവിൽ സ്വതന്ത്രരാണ്. കാരണം അവൻ സ്വന്തമാക്കി. യേശുവിന്റെ സ്വന്തമായി ഒരുവൻ സ്വതന്ത്രനാണ്. യേശുവിന്റെ സ്വന്തമായി ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ സ്വതന്ത്രനാണ്. യേശുവിന്റെ സ്വന്തമല്ലാത്തവനാണ് അടിമത്തത്തിന്റെ നുഖത്തിൽ ജീവിക്കുന്നത്. അടിമത്തത്തിന്റെ നുഖം പേറി ജീവിക്കുന്നത് യേശുവിന്റെ സ്വന്തമല്ലാത്തൊരു ദൈവ പൈതലാണ്. അപ്പോ യേശുവിന്റെ സ്വന്തമായിട്ട് ഒരു ദൈവ പൈതൽ മാറുമ്പോ അവൻ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കും. എല്ലാ മേഖലയിലും, ശരീരത്തിന്റെ മേഖല, മനസ്സിന്റെയും ആത്മാവിന്റെയും മേഖലയില് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവനായിട്ട് യേശുവിന്റെ സ്വന്തമായി മാറുന്ന ഒരു ദൈവ പൈതൽ മാറും. അതുകൊണ്ടാണ് ഞാൻ പാപം ചെയ്യുന്നില്ല. എന്റെ കർത്താവിന്റെ സ്നേഹം എന്നെ പൊതിഞ്ഞു പിടിച്ചേക്കുക. എന്റെ കർത്താവിന്റെ സ്നേഹം എന്നെ ചേർത്ത് പിടിച്ചിരിക്കുക. ഞാൻ അവന്റെ സ്വന്തമാണ്. ഹല്ലേലൂയ. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, യേശുവിന്റെ സ്വന്തമായി തീരുന്ന ഒരാളെ പിശാചിന് തൊടാൻ പറ്റില്ല. യേശുവിന്റെ സ്വന്തമായി തീർന്ന ഒരാളെ സാത്താന് തൊടാൻ പോലും പറ്റില്ല, സ്പർശിക്കാൻ പറ്റില്ല. നമ്മൾ അവന്റെ സ്വന്തമാണ്. ഇതെപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ഈശോയുടെ സ്വന്തമാണ്.